welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി ഫ്രൈഡ് പ്രോൺസ് ആണ്. ഇതിലേക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടൈഗർ പ്രോൺസ് ആണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇനി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത 750 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. ടൈഗർ പ്രോൺസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല, സാധാരണ ചെറിയ ചെമ്മീനാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഹാഫായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. റെഡ് ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ചെമ്മീനിലേക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. എത്ര അധികം നേരം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നു അതനുസരിച്ച് മസാല നന്നായിട്ട് ചെമ്മീനിലേക്ക് പിടിച്ചു കിട്ടും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് എടുത്തിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഞാൻ എല്ലാ പ്രോൺസും പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രോൺസ് എല്ലാം ഒന്ന് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത്. എല്ലാ പ്രോൺസും നമുക്കിങ്ങനെ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഈ പ്രോൺസിനെല്ലാം ഒരു ക്രിസ്പി കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ പിൻ ചെയ്ത് വെച്ച ഓരോ പ്രോൺസ് എടുത്ത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബ്രെഡ് ക്രംസ് മിക്സിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്രോൺസും കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്രോൺസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് എല്ലാ പ്രോൺസും മുങ്ങിയെടുക്കാൻ പാകത്തിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ എടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്രോൺസിൻ്റെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. ഇപ്പോൾ പ്രോൺസിൻ്റെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാ പ്രോൺസും ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റി എണ്ണയെല്ലാം കളഞ്ഞ് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്തെടുക്കാം.